പ്രസവത്തിന്റെ കണക്കാണ്. താങ്കൾ ഈ പറയുന്ന അത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മലപ്പുറത്ത് വീട്ടിൽ പ്രസവത്തിന്റെ കണക്ക് കൂടുന്നത്? കുറയുകയല്ലേ വേണ്ടത്? കൂടുകയാണല്ലോ. ആരാണ് ഈ അന്ധവിശ്വാസം പറഞ്ഞത്? മലപ്പുറത്ത് സ്വാഭാവികമായിക്കൊണ്ട് ജനസംഖ്യ വർദ്ധിച്ച ജില്ലയല്ലേ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജനനം കൂടും, അവിടെ മരണം കൂടും. ജനനം കൂടുന്നത് കൊണ്ട് തന്നെ മരണവും അവിടേക്ക് കൂടും. ആനുപാതികമായിട്ട് കൂടണ്ടേ? അങ്ങനെയാണെങ്കിൽ മറ്റു ജില്ലകളിലും കൂടണമല്ലോ ആനുപാതികമായിട്ട് വീട്ടിൽ പ്രസവത്തിന് ആ കണക്കാണ് പ്രസിദ്ധീകരിച്ചത്. ആനുപാതികമായിക്കൊണ്ട് ശതമാനം അനുസരിച്ച് ആ കണക്ക് പ്രസിദ്ധീകരിക്കുക. അത് വലിയ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒരു കണക്കുണ്ട്, ഒരു അതിരുണ്ട്. ഒരു ആവശ്യമില്ലാത്ത കണക്കുകൾ പ്രസിദ്ധീകരിക്കേണ്ട കാര്യമില്ല. കൂടുതൽ സ്ത്രീകൾ ജനിക്കുന്നതും കൂടുതൽ സ്ത്രീകൾ മരിക്കുന്നതും മലപ്പുറം ജില്ലയിലാണ്. കാരണം മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ ജനങ്ങളുള്ളത്. തെറ്റിദ്ധാരണ പരത്തുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞത് കൊണ്ട് സ്വാഭാവികമായിട്ട് ചോദിച്ച ഞാനാണ്. എനിക്ക് ഉത്തരം പറയുന്നത് ഒറ്റ സെക്കൻഡ് ശ്രീനാസ് ഫൈസി കൊടുത്തായി. ഞങ്ങളുടെ പ്രതിനിധി അനുമോദ് തന്നെയുണ്ട്. അനുമോദിന്റെ കയ്യിൽ കണക്കുണ്ട്. അനുമോദ്, ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന അന്ധവിശ്വാസ കണക്കാണെന്നാണ് ശ്രീ നാസർ ഫൈസി കൂടത്തായുടെ മറുപടി. മലപ്പുറത്തിന്റെ ആ കണക്കുകൾ അത് ആപേക്ഷികം മാത്രമാണോ? കൂടിയ ജനസംഖ്യയ്ക്ക് അനുസരിച്ച് കൂടിയ കണക്കെന്നാണോ മലപ്പുറത്ത് മാത്രം കൂടുന്ന ഈ വീട്ടിൽ പ്രസവത്തിന്റെ കണക്ക്? അനുമോദ്, ഞാൻ എന്നോട് ചോദിച്ചതിന് മറുപടി പറയുന്നതിന് മറ്റൊരാളിലേക്ക് പോകാൻ പാടില്ല. എന്നെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ചാനലിൽ കണക്ക് അതൊരു അന്ധവിശ്വാസ കണക്കല്ല, അതൊരു സർക്കാർ കണക്കാണെന്ന് താങ്കൾ അറിയണ്ടേ? അല്ല, സർക്കാർ കണക്ക് നിങ്ങൾ ഈ ചാനലിൽ കാണിക്കുന്ന സർക്കാർ കണക്കൊക്കെ പരിശോധിക്കാതെ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. നിങ്ങളൊരു ചാനലിൽ ഒരു ഫോൺ ചെയ്തിട്ട് ആ ഫോണിൽ ഏതെങ്കിലും ഒരു കണക്ക് ഏതൊരുത്തന്നെ കാണിച്ചു തന്നിട്ട് അതിന് മറുപടി പറയാൻ കഴിയില്ല. ഞാനത് താങ്കൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ ചാനലിൽ എന്തെങ്കിലും അജണ്ട ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ആ ചാനലിൽ വെച്ചെടുക്കാന്നല്ലാതെ അത് ഛർദ്ദിക്കരുത്. എപ്പോഴും എല്ലാ വിഷയവും ഛർദ്ദിക്കാൻ പറ്റില്ല. ന്യൂസ് 18 അജണ്ട എന്താണെന്ന് വ്യക്തമായി അറിയുന്ന അജണ്ട മുസ്ലിം സമുദായത്തിന് എതിരെ പ്രവർത്തിക്കാനാണ് എന്നൊക്കെ താങ്കൾ പറഞ്ഞു വന്നാൽ ഈ അസ്മയുടെ മരണമടക്കമുള്ള വാർത്തകൾ സംഘ് പരിവാറിന്റെ അജണ്ടക്ക് അനുസരിച്ച് കൊണ്ട് തുള്ളുന്ന നിങ്ങൾ പോലുള്ള ആളുകളോട് സംസാരിക്കാൻ തൽക്കാലം മടിയുണ്ട്, പ്രയാസമുണ്ട്. ആ ആരോപണത്തിനർത്ഥം ഈ വിഷയം കേൾക്കുമ്പോൾ താങ്കൾക്ക് ഉത്തരമില്ല എന്നാണ്. അല്ലെങ്കിൽ താങ്കൾ ഒരു സെക്കൻഡ് നിങ്ങളുടെ സ്വയം വിലയിരുത്തലല്ലേ അത്? താങ്കൾക്ക് സ്റ്റുഡിയോയിൽ നിന്നുകൊണ്ട് സ്വയം സാധിച്ചടിയാ. കേൾക്കണ്ട. നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടി ഇല്ല എന്ന് നിങ്ങൾക്ക് സ്വയം ചാനലിന്റെ അകത്തിരുന്നു കൊണ്ട് സ്വയം സായുജ്യ അടിയെന്നല്ലാതെ പുറ്റത്തോടാണ് ഞാനത് അതിനെ കാണുന്നത്, പൊതുസമൂഹത്തിനെ കാണുന്നത്. നിങ്ങൾക്ക് അജണ്ട ഉത്പാദിപ്പിക്കാൻ എന്തെല്ലാം വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നത് മറ്റെന്തെല്ലാം മതങ്ങളിലും മറ്റെല്ലാ കാര്യങ്ങളും നടക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ പഠിപ്പിക്കാനാണെന്ന് നിങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾ അത് സ്റ്റുഡിയോന്റെ അകത്ത് വെച്ചുകൊണ്ട് തീർക്കാനല്ലാതെ പുറത്തേക്ക് അത് ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താമല്ലോ. അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞില്ല. അത് എല്ലാം ഇത്തരം കണക്കുകൾ പോലും ഇസ്ലാമോഫോബിയാണെന്ന് പറഞ്ഞു. ഡോക്ടർ ആരിഫ് ഹുസൈൻ, താങ്കൾ ഒരു ഇസ്ലാം വിരുദ്ധനാണ് എന്നുള്ള ഒരു ആരോപണം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും താങ്കൾ പറയുന്നത് അദ്ദേഹം കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. പക്ഷേ ഈ കണക്ക് പോലും അന്ധവിശ്വാസം എന്ന് പറയുന്നിടത്ത് പിന്നെ ഇതിനകത്ത് എന്ത് ഇനിഷ്യേറ്റീവ് ഉണ്ടാകും? ഞാൻ ഇസ്ലാം വിരുദ്ധനാണെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അവസാനം സംഘിച്ചാപ്പയും കിട്ടിയിട്ടുണ്ട്. രണ്ടുപേരും തുല്യ ദുഃഖിതരാണ് ഇതിനകത്ത്. പോട്ടെ, ഞാനിതിൽ എനിക്ക് പറയാൻ മുഴുവനായിട്ട് ഒരു അവസരം തരിക. കാരണം ഇതിൽ ഇപ്പം നിങ്ങൾ കണ്ടു, ഇത് തന്നെയാണ് ഇതിലെ പ്രശ്നം. അതായത് ഇദ്ദേഹം ഈ വിഷയത്തിൽ കാഫിറായിട്ടുള്ള ഇബ്നു സീനയെ സ്വീകരിക്കുകയും വളരെയധികം മുസ്ലിമായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതനായ സിംസാറുൽ ഹുക്കി ഹദവി പറഞ്ഞ സാധനത്തെ തള്ളുകയും ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. ഇദ്ദേഹം പറഞ്ഞല്ലോ, ഇബ്നു സീന ആധുനിക വൈദ്യത്തിന്റെ മുതലാളി, ഈ ഇസ്ലാമിന്റെ എന്തോ വക്താവാണെന്ന് പറഞ്ഞത്. ഇവിടെ ഫത്വ വരെയുണ്ട്. അതായത് ഇബ്നു സീന ഒരു കാഫിറാണ്, ലീഡർ ഓഫ് ദ കാഫിർ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് തന്നെ. അദ്ദേഹം ഒരു നിരീശ്വരവാദിയും കൂടി ആയിരുന്നു എന്നതാണ് ഇവിടുത്തെ വസ്തുത. അത് ഒളിപ്പിച്ചു വെച്ചിട്ട് മുസ്ലിം മതസമൂഹത്തെ പറ്റിക്കുക, അതേപോലെ പൊതുസമൂഹത്തെ പറ്റിക്കുക. ഇതാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇത് നമ്മൾ കൈയോടെ പിടിക്കൂ എന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ആളുകൾ നമ്മളോട് നേരിട്ട് സംസാരിക്കാത്തത്. ഇതാണ് ഇവരുടെ പ്രശ്നം. എന്നിട്ട് ഇസ്ലാം വിരുദ്ധനാണ്, ഇസ്ലാമോഫോബിയാണ്, സംഖ്യയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചാപ്പി അടിച്ചിട്ട് മുങ്ങും. അതാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. ഫോൺ കട്ട് ചെയ്ത് ഓടി പുള്ളി. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ പറയുന്നത് എന്താണ്? കൃത്യമായ ഇസ്ലാമിൻ്റെ നിയമം ഇതിനകത്തുണ്ട്. ഇത് അഡ്രസ്സ് ചെയ്യണം. ഇത് ആദ്യം അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് അംഗീകരിക്കണം. അംഗീകരിക്കുന്നത് എങ്ങനെയാണ്? ഈ അന്ധവിശ്വാസം വെച്ച് പുലർത്തുകയും ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ പറയുന്നത്. അതായത് നമ്മൾ കള്ളനോട് തന്നെ ഇത് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കള്ളൻ സമ്മതിക്കുമോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞ മാതിരിയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരോട് നമ്മളിത് സമ്മതിക്കണം, ഇവരോട് തിരുത്തണമെന്ന് പറയുന്നതിലൊരു അസാംഗത്യമുണ്ട്. പക്ഷേ നമ്മൾ പറയുന്നു ഇത് സമൂഹത്തിൽ മാറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ സംഭവിക്കണം. പിന്നെ ഇതിൽ നമ്മൾ അവസാനം ഇദ്ദേഹം ചെയ്ത ഒരു തരികട എന്താണ്? ചാപ്പയടി നമ്മൾ കണ്ടു. ഉത്തരം മുട്ടുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ആയുധമാണ് ചാപ്പയടി എന്ന് പറയുന്നത്. അത് നമ്മളിവിടെ കണ്ടു. അതിനും അപ്പുറത്തേക്ക് ഇദ്ദേഹം മറ്റെന്തെല്ലാം വിഷയങ്ങളുണ്ട്, ഇത് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. വാട്ട് അബൌട്ട് എന്ന് പറയുന്ന ഒരു ന്യായവൈകല്യമാണ്.
ഇതും കൂടി ഇറക്കിയിട്ടാണ് ഇവിടുന്ന് ഇപ്പോൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതൊന്നും അല്ലാതെ ഇവരുടെ കയ്യിൽ യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയത്തിന് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല, അതിന് പറ്റിയ സാധനവും ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താണ്, ഇവിടെ ഇസ്ലാം ആ മതത്തിന്റെ ഇതിൽ വിശ്വാസം അന്ധവിശ്വാസം എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇസ്ലാമിന്റെ വിശ്വാസമാണ്. ഇതേ സാധനമാണ് അവിടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ചെയ്യുന്നത്, അതേ സാധനമാണ് ഇവിടെ ഉസ്താദ്മാർ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രസംഗിക്കുമ്പോൾ അത് അന്ധവിശ്വാസം, താലിബാൻ ചെയ്യുമ്പോൾ അത് വിശ്വാസമാണ്. എങ്ങനെയാണ് ഇത് രണ്ടും ഒരേ സാധനമാണ്? ഈ വിശ്വാസം അന്ധവിശ്വാസം എന്ന് പറഞ്ഞിട്ട് വേർതിരിക്കുന്ന പരിപാടി തന്നെ ഒരു പാഴ്വേലയാണ്. അതിന്റെ ആവശ്യമില്ല. ഈ മതത്തിനകത്തുള്ള സാധനം എല്ലാം തന്നെ അന്ധവിശ്വാസമാണെന്ന് പറയേണ്ടി വരുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ തരത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാതെ, ഈ ഡയറക്ഷനിലുള്ള വ്യത്യാസം പോലും പിടികിട്ടാതെ, ഈ മതത്തിലെ നിയമങ്ങളെ അത് പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ചെയ്തു വെച്ച ഈ ഗിൽറ്റ് കോംപ്ലക്സ്, ഇദ്ദേഹം ഈ സിംസാറുൽ ഹക്ക് ഹുദവി പറഞ്ഞ അതേ സാധനം തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്. സ്ത്രീ ഡോക്ടർമാരെ കാണാൻ പോകണം. ഇങ്ങനെ പറഞ്ഞ് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുള്ള പ്രസവിക്കാൻ പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലുണ്ടാകുന്ന ഗിൽറ്റ് കോംപ്ലക്സ് എന്തായിരിക്കും? ഞാൻ പ്രസവിക്കാൻ പോകുന്നിടത്ത് എങ്ങാനും ഇനി ഒരു പുരുഷൻ വന്നു പെട്ടാലോ എന്ന പേടി, എന്ന ഭയം, എന്ന പാപഭാരം അതവിടെ വരുന്നു. അത് വന്നു കഴിയുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും വീട്ടിൽ പ്രസവിക്കാനുള്ള കാരണങ്ങൾ തേടും. ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. അത് അദ്ദേഹം ഇവിടെ ലൈവായിട്ട് നമുക്ക് തെളിയിച്ച് കാണിച്ചു തരികയാണ് ചെയ്തത്. ഇത് തന്നെയാണ് ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതാണ് ഈ ഇസ്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന വിധം. ഇസ്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ഗിൽറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കിക്കൊണ്ടാണ്, നരകഭയം നിറച്ചിട്ടാണ്, സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള മോഹം ജനിപ്പിച്ചിട്ടാണ്. ഈ 3 സാധനങ്ങളാണ് ഇതിനകത്ത് വർക്കൗട്ട് ആവുന്നത്. നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇത് ഇപ്പോഴെങ്കിലും നമുക്ക് ലൈവായിട്ട് കാണാൻ സാധിച്ചു. അതിനുവേണ്ടി ഇവിടെ മുന്നോട്ട് വന്ന നാസർ ഫൈസിക്ക് എല്ലാവിധ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്.